ഒരു ടീം കളിക്കാനിറങ്ങുകയാണ്. 10 വർഷമായിട്ട് ടൂർണമെൻറ്റിൽ എൻട്രി കിട്ടിയിട്ടില്ലാത്ത ടീമാണ്. അപ്പോൾ നല്ല സെറ്റാണ്, മികച്ച കളിക്കാരുണ്ട്. അതുപോലെ തന്നെ കാണികളുടെ മുഴുവൻ പിന്തുണയും ഈ ടീമിനുണ്ട്. എതിരാളികളാവട്ടെ വളരെ ദുർബലരുമാണ്. പക്ഷേ കളി തുടങ്ങി മിനിറ്റുകൾക്കകം സ്വന്തം ടീമിലെ കളിക്കാർ തന്നെ സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് പന്തുമായിട്ട് മുന്നേറി കളിച്ചാൽ എന്തു ചെയ്യും? നമ്മുടെ വി.ഡി. സതീശൻ്റെ മന്ത്രിസഭ സർക്കാർ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അദ്ദേഹം ഒരു ബജറ്റ് അവതരിപ്പിച്ചു. വളരെ ചുരുങ്ങിയ സമയമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിന്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ബജറ്റ് എന്ന് തന്നെ പറയണം. വെറും കണക്കുകൾ മാത്രമല്ല അതിലുള്ളത്. സത്യം പറഞ്ഞാൽ കണക്കുകൾ വളരെ കുറവാണ്. പക്ഷെ ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു നല്ല രൂപരേഖ, ഭരണാധികാരി എന്ന നിലയിൽ സതീശൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ UDFൻ്റെ സങ്കല്പങ്ങൾ, അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ പതിവ് സമ്പ്രദായങ്ങളിൽ നിന്നകന്ന് പുതിയ കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന നല്ല ഒന്നാന്തരം ഒരു ബജറ്റ്. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പെട്ടെന്നങ്ങ് വിമർശന വിധേയമായി. കേരളത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ധാതുമണൽ ഇടനാഴിയെക്കുറിച്ച് അദ്ദേഹം ബജറ്റിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ കടലിലും കടൽത്തീരത്തും ലഭിക്കുന്ന ധാതു സമ്പത്ത്, അതുപോലെ അപൂർവമായ ധാതു നിക്ഷേപങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചൊരു പുതിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക. ബ്ലൂ ഇക്കോണമി എന്നാണ് അതിനെക്കുറിച്ച് പറയുക. നമ്മുടെ കേന്ദ്ര സർക്കാരിന് ബ്ലൂ ഇക്കോണമി എന്ന പോളിസി തന്നെയുണ്ട്. അതിൽ സംസ്ഥാനങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടാണ് ആ നയം രൂപവൽക്കരിച്ചിരിക്കുന്നത്. ആ നയത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഈ അപൂർവമായ ധാതു സമ്പത്ത് ഉപയോഗിച്ച് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുക. അതാണ് റെയർ എർത്ത് ആൻഡ് ക്രിറ്റിക്കൽ മിനറൽസ് കോറിഡോർ എന്ന് പറയുന്നത് കൊണ്ട് വി.ഡി. സതീശൻ അല്ലെങ്കിൽ UDF സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച് ധാതു സംസ്കരണത്തിൻ്റെയും മറ്റും കേന്ദ്രമായിട്ട് കൊല്ലം മാറുകയാണ്. ബ്ലൂ ഇക്കോണമിയുടെ ഇന്ത്യയിലെ തന്നെ തലസ്ഥാനമായിട്ട് ആലപ്പുഴ മാറും. അത് കേരളത്തിന് വലിയ വികസനത്തിന്, വളർച്ചയ്ക്ക് കാരണമായിട്ട് ഭവിക്കും. ഇതൊക്കെയാണ് ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ. ബജറ്റിൽ പറയുന്നത് പോലൊക്കെ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇക്കാര്യം ബജറ്റിൽ ഉൾപ്പെടുത്തിയതോടെ കരിമണൽ ഖനനം, നമ്മുടെ കടൽ തീരങ്ങൾ കൊള്ളയടിക്കാൻ സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത് അവർക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അതൊന്ന് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇതിനെതിരായിട്ട് പ്രതിപക്ഷവും രംഗത്തിറങ്ങി. പ്രതിപക്ഷത്തിനൊപ്പം കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ചില നേതാക്കൾ തന്നെ വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് യാതൊരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. രണ്ടാമത്തെ കാര്യം വീര്യം കുറഞ്ഞ മദ്യമാണ്. അതിൻ്റെ നികുതി ഘടന, അത് എന്തെങ്കിലും കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അതിൻ്റെ നികുതി ഘടന എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ബജറ്റിലുണ്ട്. നികുതി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ധനകാര്യമന്ത്രിയാണ്. അത് ബജറ്റിലാണ് അത് പറയേണ്ടത്. അതുപോലെ തന്നെ ഈ ബജറ്റ് എന്ന് പറയുന്നത് മാസം തോറും പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒന്നല്ല. എന്നാൽ അതേസമയം ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാനോ അവർക്കായിട്ട് കേരളത്തിന് വിപണി തുറന്നു കൊടുക്കാനോ ആലോചിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ അതിൻ്റെ നികുതിയുടെ ഘടന താഴെ പറയുന്ന രീതിയിലായിരിക്കുമെന്ന് അദ്ദേഹം ബജറ്റിൽ പറഞ്ഞല്ലോ. അത് ധനകാര്യമന്ത്രിയുടെ അവകാശമാണ്, അതാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോഴേക്കും വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. കേരളത്തിലെ മദ്യം ഒഴുക്കുന്നതിന് പുതിയൊരു നയവുമായി വരികയാണ്. വീര്യം കുറഞ്ഞ മദ്യം 0.5% മുതൽ 20% വരെ വീര്യമുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനുള്ള പുതിയ പ്രഖ്യാപനവുമായി തീരുമാനവുമായി വരുന്നു. ഇതിന് മുമ്പിൽ നിന്ന് ആരാ? പ്രതിപക്ഷമാണ്. സംബന്ധിച്ചത് അവരുടെ ഒരു അവകാശമാണെന്ന് വെച്ചോളൂ. അവർ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു. മദ്യം ഒഴുക്കാൻ പോവുകയാണ്. എത്ര കിട്ടി എന്നാണ് ഒരു മുൻ എക്സൈസ് മന്ത്രി ചോദിച്ചത്. അവരോരോ തീരുമാനങ്ങൾ, മദ്യനയം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തതൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ചോദിച്ചു, എന്ത് കിട്ടി സതീശൻ, എന്ത് കിട്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. എന്തായാലും പ്രതിപക്ഷത്തിനൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള വിമർശനമുണ്ടായി. എന്തോ വലിയ രീതിയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു,
മദ്യവിൽപ്പനക്കാർക്കായിട്ട് കേരളത്തിൻ്റെ വിപണി തുറന്നു കൊടുക്കാൻ പോകുന്നു. ഈ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായി. ബജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ വി.ഡി. സതീശൻ, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, ഈ വക ആരോപണങ്ങളുടെ പൊള്ളത്തരം കൃത്യമായിട്ട് തുറന്നു കാട്ടി. സത്യം പറഞ്ഞാൽ ഈ ധാതുമണൽ ഇടനാഴി എന്ന് പറയുന്നത് അവിടെ സ്വകാര്യ മേഖലയ്ക്ക് യാതൊരു പങ്കുമില്ല. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി അല്ലിത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ്. ഒരു കൺസോർഷ്യം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ധാതു സമ്പത്തിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അത് കേന്ദ്രത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ സ്വകാര്യ കരിമണൽ ഖനനത്തിനോ ധാതുമണൽ ഖനനത്തിനോ ഒരു സ്വകാര്യ മേഖലയും അനുവദിക്കുന്നില്ല. അദ്ദേഹം അച്ചട്ടായിട്ട് പറഞ്ഞു, അർത്ഥശങ്കയില്ലാതെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം, ഇതാരാണ് ആദ്യം തുടങ്ങിയത്? ആരുടെ സമയത്താണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത്? ബെക്കാർഡിയുമായിട്ട് ആരാണ് ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ആരംഭിച്ചത്? അത് എം പി ഗോവിന്ദൻ മാർക്സ്, നമ്മുടെ ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹമാണ് ഫയലിൽ എഴുതിയത്. എന്താണ് വീര്യം കുറഞ്ഞ മദ്യം എന്നതിനൊരു നിർവചനം തയ്യാറാക്കി ഇത് സംബന്ധിച്ച പദ്ധതി തയ്യാറായിക്കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥന്മാർ പദ്ധതി തയ്യാറാക്കി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തെ ഉൾപ്പെടുത്തി, അത് വിൽക്കുന്ന കാര്യം ഉൾപ്പെടുത്തി. അത് വിൽക്കുന്നതിനാവശ്യമായ മദ്യ നിയമ ചട്ടത്തിൽ മാറ്റങ്ങൾ വരുത്തി, ഭേദഗതി വരുത്തി. അത് നിയമസഭയെ അറിയിച്ചു. ഇതൊക്കെ ആരാ ചെയ്തത്? നികുതി ഘടന സംബന്ധിച്ച് പോലും അവർ ഈ മദ്യ കമ്പനികളുമായിട്ട് ചർച്ച നടത്തി ഒരു ധാരണയിലെത്തി. ഇലക്ഷൻ വന്നതുകൊണ്ട് അത് പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ നികുതി ഘടന കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഈ പ്രതിപക്ഷമടക്കമുള്ളവർ വി.ഡി. സതീശനെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിയമസഭയിൽ കണ്ടതാണ്, പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ്റെയും ബാലഗോപാലിൻ്റെയും നിശബ്ദത ഒന്ന് കാണേണ്ടതായിരുന്നു. അവരൊന്ന് അടങ്ങി കേട്ടോ. പക്ഷെ കോൺഗ്രസിലെ എതിർപ്പ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം ഒരു കാരണവശാലും കേരളത്തിൽ വിൽക്കാൻ അനുവദിക്കരുത്, അങ്ങനെ ഒരു നയം എടുക്കണം, തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ VM സുധീരൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ധനബില്ലിൽ ഈ നികുതി ഘടന സംബന്ധിച്ച യാതൊരു പരാമർശങ്ങളും പാടില്ല. ബഡ്ജറ്റിൽ കൊണ്ടുവരുന്ന പുതിയ നികുതി നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നികുതി ഇളവുകൾ ഇതൊക്കെ ഒരു ധനബില്ലിൻ്റെ ഭാഗമാക്കി അത് നിയമമാക്കിയാൽ മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ, അത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ധനബില്ലിൽ അത് പെടുത്തരുത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അതായത് ഇനി UDF ഇത് ചർച്ച ചെയ്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഈ വർഷം അത് വിൽപ്പന നടക്കരുത്. കാരണം ധനബില്ലിൽ പെടുത്തിയിട്ടില്ലല്ലോ. ധനബില്ലിൽ പെടുത്താതെ നികുതി ഘടന ധനബില്ലിൻ്റെ ഭാഗമായി നിയമമാകാതെ അത് നടപ്പാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പോളണ്ടിനെക്കുറിച്ച് അക്ഷരം മിണ്ടി പോകരുത് എന്ന് പറയുന്നത് പോലെ ഈ നികുതി ഘടനയെക്കുറിച്ച് ധനബില്ലൊരു പരാമർശവും പാടില്ല എന്ന് പറഞ്ഞിരിക്കുക. അതുപോലെ അദ്ദേഹം പറഞ്ഞത് തീരപ്രദേശമാകെ ഈ കരിമണൽ ഖനനമെന്ന ഭീതിയിലാണ്, ആശങ്കയിലാണ്. രാവിലെ തീരപ്രദേശത്തുള്ള ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നോക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഖനനം തുടങ്ങിയോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഖനനവും പാടില്ല എന്ന് പ്രഖ്യാപിക്കുക തന്നെ വേണം. അതാണ് ഇപ്പോൾ VM സുധീരൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. ഇത് VM സുധീരൻ പണ്ടും ചെയ്തിട്ടുള്ളതാണ്. സ്വന്തം ടീമിനെതിരെ ഗോളടിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമാണ്. എന്നിട്ട് സ്വന്തം ടീമിൻ്റെ ക്യാപ്റ്റനായിരിക്കുമ്പോൾ പോലും, KPCC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ പോലും പാർട്ടിയുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച KPCCയിൽ ഉണ്ടായപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അന്ന് പറഞ്ഞത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞു, VM സുധീരന് ഒരു ചിന്തയുണ്ട്, ഒരു തോന്നലുണ്ട്, അദ്ദേഹം മാത്രമാണ് ശരി, അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാത്രമാണ് സത്യസന്ധൻ, മറ്റുള്ളവരൊക്കെ കുഴപ്പക്കാരാണെന്നൊരു ധാരണയുണ്ട് എന്ന് വി.ഡി. സതീശൻ അന്ന് പ്രസംഗിച്ചത്, KPCC എക്സിക്യൂട്ടീവിൽ പ്രസംഗിച്ചത്, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് ഇതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറിയത് VM സുധീരൻ അറിയുന്നില്ല. കരിമണൽ ഖനനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറിമറിഞ്ഞു വരികയാണ്. പുതിയ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലിനെ പരമാവധി ഉപയോഗിക്കുക, കടലിൽ തുറന്നു തരുന്ന അനന്ത സാധ്യതകൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമായിട്ട് പ്രയോജനപ്പെടുത്തുക.
ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. CPM-ഉം അവരുടെ നേതൃത്വത്തിലുള്ള LDF-ഉം ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർ പണ്ടും അങ്ങനെ തന്നെയാണ്. UDF എന്തെങ്കിലും ഒരു പുതിയ പദ്ധതികളുമായി പരിപാടികളുമായി വരികയാണെങ്കിൽ അതിനെ ശക്തമായിട്ട് അങ്ങ് എതിർക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞ് എതിർക്കും. നമ്മൾ കൊച്ചി വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കാരണവശാലും ഇവിടെ വിമാനം ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തിയവരാണ് കേരളത്തിലെ CPM. പക്ഷേ അതിനുശേഷം നടപ്പായി കഴിഞ്ഞപ്പോൾ യാതൊരു ഉളുപ്പും കൂടാതെ LDF അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ കയറി ഇരിക്കാനും മടിയുണ്ടായില്ല. എന്തിന് കണ്ണൂർ വിമാനത്താവളം കേരളത്തിലെ CPM-ൻ്റെ തലസ്ഥാനമാണെന്ന് പറയാവുന്ന സ്ഥലത്താണ്. അവിടെ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണ പറക്കലിന് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. അപ്പോൾ റൺവേയുടെ നീളം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം ചെയ്തവരാണ് ഈ CPM-കാർ. പിന്നീട് 1.5 വർഷത്തിന് ശേഷം റൺവേയുടെ നീളം കൂട്ടാതെ പഴയ രീതിയിൽ തന്നെ വിമാനത്താവളം തുറന്നു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ UDF എന്തെങ്കിലും ചെയ്താൽ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തുക, അത് തന്നെ പിന്നീട് അവർ നടപ്പാക്കും. അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന പദ്ധതികളെ ആരും എതിർക്കാൻ പാടില്ല. കേരളയിൽ പോലുള്ള പദ്ധതികൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. നാട്ടുകാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടും അവർ കേരളം മുഴുവൻ മഞ്ഞക്കുറ്റിയിട്ടു. അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കി അതുമായിട്ട് അവർ മുന്നോട്ട് പോയി. പിന്നെ അവർക്കൊരു ഗുണമുണ്ട് കേട്ടോ. അവരുടെ ഗവൺമെൻറ് ഏത് പദ്ധതികൾ കൊണ്ടുവന്നാലും ഏത് തരത്തിലുള്ളതായാലും അതിനെ എതിർക്കാൻ CPM-ൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാക്കൾ മുന്നോട്ട് വരികയില്ല. ഇത് കോൺഗ്രസിൽ മാത്രമുള്ള ഒരു സൂക്കേടാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രയോജനകരമായ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിന് ഉടക്ക് വയ്ക്കുക. കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിന് എതിരായിട്ട് രംഗത്ത് വരിക. അത് കേരളത്തിലെ കോൺഗ്രസിൽ മാത്രം കാണുന്ന ഒന്നാണ്. കേരളത്തിലെ ജനങ്ങളുടെയും നന്മയുടെ കാര്യത്തിൽ നമുക്ക് മാത്രമേ താല്പര്യമുള്ളൂ എന്ന് ചിലരൊക്കെ അങ്ങ് വിചാരിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും? ഇതിനൊരു ചികിത്സയേ ഉള്ളൂ. ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നൊരു പദ്ധതി സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഗുണകരമാകുന്നതാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒപ്പം നിൽക്കും.